കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കവേ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബിജെപിക്ക് ആകുന്നില്ല. അതുകൊണ്ട് ഈ നിയമം പൊടിതട്ടിയെടുക്കുന്നു. നോക്കൂ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ ചട്ടങ്ങളെ ബാധിക്കുന്നതാണ് നിയമം എന്നാണ് ഐക്യരാഷ്ട്രസഭ പോലും വിലയിരുത്തുന്നത്. പ്രിന്റു, മതാടിസ്ഥാനത്തിൽ ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ലേ? പ്രിന്റു മ്യൂട്ടാണെന്ന് തോന്നുന്നു, ശബ്ദം കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, ഇപ്പോൾ കേൾക്കാം, പറഞ്ഞോളൂ. സത്യത്തിൽ 2019 മുതൽ ഈ നിയമം വന്ന സമയം മുതൽ ഈ രാജ്യത്തെ ജനങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ വലിയ രീതിയിൽ ആശങ്കയും മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ രീതിയിൽ അന്യമതങ്ങളോടോ അല്ലെങ്കിൽ BJP-യോടോ സംഘപരിവാറിനോ ഒക്കെ സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും. സത്യത്തിൽ CAA ആദ്യമായിട്ട് നടപ്പിലാക്കാൻ പറഞ്ഞത് ആരാണ്? ഇന്ത്യയുടെ ആദരണീയനായിട്ടുള്ള രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയാണ്. 1947 പ്രാർത്ഥനാ യോഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, പാകിസ്ഥാനിലോ അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലോ ഏതെങ്കിലും തരത്തിൽ മതപരമായിട്ടുള്ള വിവേചനം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ ഈ രാജ്യം തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. പിന്നീട് ഇത് ആവർത്തിക്കുകയാണ് ജവഹർലാൽ നെഹ്റു ചെയ്തത്. പിന്നീട് മൻമോഹൻ സിംഗും പ്രകാശ് കാരാട്ടും പറഞ്ഞതാണ്, മമതാ ബാനർജിയും പാർലമെന്റിനകത്ത് പറഞ്ഞതാണ്. നരേന്ദ്രമോദി രാജ്യത്ത് പീഡനം നേരിടുന്ന മതന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അങ്ങനെ തന്നെ കാണാം. അങ്ങനെയല്ലേ അവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒഴിവാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്റു ഈ ഭരണഘടന എഴുതുന്ന വേളയിൽ ഇത്തരത്തിലൊരു വ്യവസ്ഥ മതം നോക്കി പൗരത്വം നൽകാം എന്നുള്ളത് അതിൽ ഇടം പിടിക്കാതിരുന്നത്? അങ്ങനെയല്ലല്ലോ. നമുക്കറിയാം, ഇന്ത്യയുടെ വിഭജന സമയത്ത് സ്വാഭാവികമായിട്ട് അന്ന് ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള കരാറിൽ പ്രധാനമായും പറഞ്ഞിരുന്നു, ഏത് രാജ്യത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്കോ ഇന്ത്യയിലേക്കോ വരാനുള്ള സാഹചര്യം, സുരക്ഷിതമായ സാഹചര്യം ഉണ്ടാകും. എന്നാൽ സുരക്ഷിതമായ സാഹചര്യം പാകിസ്ഥാനിലേക്ക് പോകുവാൻ ഒരുക്കിയപ്പോൾ തിരിച്ചുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. അന്നും പല കാരണങ്ങളാൽ അന്ന് ഇന്ത്യ മഹാരാജ്യത്തേക്ക് എത്തിപ്പെടാൻ സാഹചര്യപ്പെടാത്ത ഒരു പറ്റം ദുർബലരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ, അത് ഹിന്ദു സമുദായം മാത്രമല്ല, പാഴ്സികളുണ്ട്, സിഖുകാരുണ്ട്, ജൈനമതത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർ പതിറ്റാണ്ടുകളായി ആ മതരാജ്യത്ത് ജീവിക്കുന്നു. നമുക്ക് മനസ്സിലാക്കണം, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മതരാജ്യമാണ്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മതരാജ്യമാണ്, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് മതരാജ്യമാണ്. സ്വാഭാവികമായിട്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഭാരതത്തിലേക്ക് വരുന്നത് അവരുടെ സ്വധർമ്മം ആചരിക്കാനും അവിടെ അവർ അനുഭവിക്കുന്ന മതപീഡനങ്ങൾ കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ ഭാരത സർക്കാർ തയ്യാറാകുമ്പോൾ അതിന്റെ പേരിൽ മതം പറഞ്ഞ് ഈ രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നയം, ആ നയമാണ് രാജ്യത്തിന്റെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശോ അല്ലാത്ത മറ്റൊരു രാജ്യവും ഈ പട്ടികയിൽ തന്നെ ഇടം പിടിക്കാത്തതാണ്. ശ്രീലങ്ക നമ്മുടെ തൊട്ടടുത്തല്ലേ? മ്യാൻമാറിലുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നമുക്കറിയാവുന്നതല്ലേ? വലിയ തരത്തിലുള്ള പീഡനം അവർ നേരിടുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊന്നും ഇടം പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? റോഹിംഗ്യകളുടെ പ്രശ്നം എങ്ങനെയാണ്? റോഹിംഗ്യകളെ മ്യാൻമാർ പോലും അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മ്യാൻമാറുകാരാണല്ലോ റോഹിംഗ്യകളെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നത്. മ്യാൻമാറുകാർ പോലും പൗരത്വം കൊടുക്കാൻ, അവർ പതിറ്റാണ്ടുകളായി മ്യാൻമാറിൽ താമസിച്ചവരാണ്. അങ്ങനെയുള്ള മ്യാൻമാർ പോലും പൗരന്മാരായി കണക്കാക്കാത്ത ആളുകളാണ് റോഹിംഗ്യകൾ. അത് മാത്രമല്ല, ഈ റോഹിംഗ്യകളുടെ അധിനിവേശം ഈ ഭാരതത്തിൽ ഉണ്ടായത് 2016 മുതലാണെന്ന് മനസ്സിലാക്കണം. 2016 മുതൽ റോഹിംഗ്യകൾ ഇവിടെ വന്നോട്ടെ, 10 വർഷം ഈ ഭാരതത്തിൽ ജീവിക്കട്ടെ, 10 വർഷം കൊണ്ട് അവർക്ക് പൗരത്വം നൽകാൻ ഈ സർക്കാർ തയ്യാറാണല്ലോ. അങ്ങനെയുള്ള നിയമചട്ടം ഉണ്ടല്ലോ. പക്ഷെ ഇതല്ലല്ലോ. ഇത് 1947 മുതൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അടക്കം മതത്തിന്റെ പേരിൽ, ഒരു മതത്തിൽ ജനിച്ചതിന്റെ പേരിൽ ക്രൂരമായ ബലാത്സംഗത്തിനും ക്രൂരമായ പീഡനങ്ങൾക്കും. ഞാൻ ചോദിച്ചത് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും അല്ലാത്ത മറ്റൊരു രാജ്യവും, ഇപ്പൊ റോഹിംഗ്യന്റെ അത് സ്പെഷ്യൽ കേസാണെന്ന് പ്രിന്റ് പറയുന്നു, വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഈ 3 രാജ്യങ്ങളല്ലാതെ മറ്റൊരു രാജ്യങ്ങളും ഈ പട്ടികയിൽ ഇടം പിടിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ലോകത്ത് സിറിയയുണ്ട്, ലിബിയയുണ്ട്, ലോകരാജ്യങ്ങളിൽ മുഴുവൻ അഭയാർത്ഥികളുണ്ട്. അങ്ങനെ ലോകരാജ്യത്തിലെ മുഴുവൻ അഭയാർത്ഥികളെയും ഭാരതത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാൻ പവർ ഈ രാജ്യത്തിനുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നത്? നമുക്കറിയില്ല. അതത് സാഹചര്യത്തിനനുസരിച്ചാണ്. ഇതിന് 1947 മുതൽ ഇത്രയും 2024 വരെയുള്ള ഒരു ചരിത്രമുണ്ട്. അവിടെയുള്ള ദുർബലരായിട്ടുള്ള ആളുകളെ ഈ രാജ്യത്ത് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഡൽഹികളുടെ ടെന്റുകളിൽ ഇപ്പോഴും മഞ്ഞും വെളിച്ചവും വെയിലും കൊണ്ടവർ ജീവിക്കുകയാണ്. അവരെ നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരാക്കുമ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്ത് ഇപ്പോഴും അനധികൃത കുടിയേറ്റക്കാർ ഒരുപാട് ഉണ്ട്. അവർ ഒരാളെ പോലും പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് 10 വർഷം ഈ രാജ്യത്ത് താമസിച്ചു കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് പൗരത്വം കിട്ടും.